സുരേഷ് ഗോപി അനുകൂല പരാമർശത്തിന് പിന്നാലെ തൃശൂർ മേയർക്കെതിരെ CPI ജില്ലാ ഘടകം. മേയർ പദവി ഒഴിഞ്ഞ് ഇടത് ആശയം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു മേയർ വരണമെന്ന് ജില്ലാ സെക്രട്ടറി വത്സരാജ് ആവശ്യപ്പെട്ടു. MK വർഗീസ് തിരുത്താൻ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയെ ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മേയർ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്ന സന്ദർഭമുണ്ടായി. അത് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അത് ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ അത് തിരുത്തിക്കൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് പുറപ്പെടുവിച്ചു. എന്നാൽ വീണ്ടും തുടർച്ചയായിട്ട് അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്നൊരു സ്ഥിതി ഇപ്പോൾ വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അനുചിതമായൊരു കാര്യമാണ്. ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നൊരു മേയർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള വലിയ ആരാധനയും അതിലൂടെ BJP രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്നൊരു നടപടിയും ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അക്കാര്യത്തിൽ CPIക്ക് കടുത്ത പ്രതിഷേധവും എതിർപ്പുമുണ്ട്. അതേസമയം മേയർക്കെതിരെയുള്ളത് CPIയുടെ അഭിപ്രായമെന്ന് CPM ജില്ലാ സെക്രട്ടറി മറുപടി നൽകി. മേയർ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയത് രാഷ്ട്രീയപരമായല്ല. MK വർഗീസ് മേയറായി തുടരുമോ എന്നത് LDF ചർച്ച ചെയ്യുമെന്നും MM വർഗീസ് പറഞ്ഞു. മേയർക്ക് അങ്ങനെ കണ്ടുപിടിന്ന് വെച്ചാൽ മേയർ അതിനപ്പുറമായിട്ട് മേയർ പറഞ്ഞത് ഞാൻ ഇടതുപക്ഷക്കാരനാണെന്നല്ലേ പറഞ്ഞു. അതിനപ്പുറത്ത് അവർ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ടോ ഇല്ലയോ ഇതൊന്നും എനിക്ക് പറയുന്നതൊന്നും പ്രവൃത്തി മറ്റൊന്നുമാണെന്നുള്ളതാണ് CPI. അത് അങ്ങനെ അവർ പറഞ്ഞാൽ എനിക്കറിയില്ല, അങ്ങനെ പറയാനിടയില്ല. അവരിപ്പോൾ അങ്ങനെ മത്സരാജ അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് LDFിൻ്റെ അഭിപ്രായം LDF അല്ല. വത്സരായിട്ട് പറഞ്ഞാൽ 3 പോയിന്റ് ഉള്ളൂ. ഒന്ന്, ആള് നേരത്തെ അനുസരിച്ച് കരാർ അനുസരിച്ച് ഒഴിയണം, എന്നിട്ട് LDF പിന്തുണ കൊടുക്കണം. അതാണ് മേയർ ഇപ്പം ചെയ്യേണ്ടത്. രണ്ടാമത്തത് അദ്ദേഹം അതിപ്പോൾ വത്സരാജ് പറഞ്ഞ അഭിപ്രായം അത് അവരുടെ അഭിപ്രായമായിട്ട് നിൽക്കട്ടെ.